മേഘ, ഇപ്പൊ മോഡിഫിക്കേഷന്റെ ഉത്തരവ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായി. ഇപ്പൊ അടുത്തതായിട്ട് എല്ലാവരുടെയും ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര? സൗജന്യ ബസ് യാത്ര അതെ. എപ്പോൾ വരും എന്നുള്ള ചോദ്യം. ഇപ്പൊ കഴിഞ്ഞ മാസം മഹിളാ മോർച്ച പ്രവർത്തകർ ബസ്സിൽ കയറിയിരുന്ന മുദ്രാവാക്യം വിളിച്ചല്ലോ, എവിടെ ഞങ്ങളുടെ ബസ് യാത്ര എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതുപോലെ ജൂൺ 15 മുതൽ ഉറപ്പായിട്ടും സ്ത്രീകൾ ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്ത് തുടങ്ങും. അത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള സൗജന്യ ബസ് യാത്ര എന്നുള്ളതാണ്. അത് ഒരു ന്യായമായി തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ദീർഘദൂര ബസ് യാത്രകൾ അല്ലെങ്കിൽ ദീർഘദൂര ട്രിപ്പുകളിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലൊക്കെ ഈ പറഞ്ഞ സൗജന്യ ബസ് യാത്ര കൊടുക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന കടബാധ്യത എന്ന് പറയുന്നത് വലുതായിരിക്കും. ഇപ്പോഴത്തെ KSRTCയുടെ സാഹചര്യം എന്ന് പറയുന്നത് 50 കോടി രൂപ സർക്കാർ അങ്ങോട്ട് കൊടുത്താണ് ഈ പറഞ്ഞ ജീവനക്കാർക്കുള്ള ശമ്പളം കൃത്യമായി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ പറയാം, KB ഗണേഷ് കുമാർ KSRTCയെ ലാഭത്തിലെത്തിച്ചല്ലോ, 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല. KB ഗണേഷ് കുമാർ തോറ്റതിന് ശേഷവും പുതിയ ഗതാഗത മന്ത്രി അധികാരത്തിലേറ്റതിന് ശേഷവും 1-ാം തീയതി ശമ്പളം കൊടുത്തിരുന്നു. അത് കൃത്യമായി പോസിബിൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും KSRTC ലാഭത്തിലാണോ എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. KSRTCയിൽ നിന്ന് ലാഭം പിടിക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ ആരോഗ്യ മേഖല, ഗവൺമെന്റ് ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, ഇവിടെയെല്ലാം പണം വാങ്ങി അല്ല അവിടെ സർവീസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ജനറൽ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് 5 രൂപ അല്ലെങ്കിൽ 10 രൂപ ടോക്കൺ എടുത്തിട്ടാണ് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മരുന്നും വാങ്ങി വീട്ടിൽ വരുന്നത്. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഒരു മിനിമം ഒരു പനിക്കാണെങ്കിൽ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്? കാരണം അതൊരു സർവീസാണ്. കാരണം സർക്കാർ നമുക്ക് തരേണ്ട ഒരു സർവീസാണ് ആരോഗ്യ മേഖല നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ KSRTC ലാഭത്തിൽ വരേണ്ട ഒരു ആവശ്യവുമില്ല. KSRTC ലാഭത്തിൽ വരേണ്ടത് ഇത്തരം ഈ പറഞ്ഞ യാത്ര കൊടുത്തുകൊണ്ടാകരുത്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് വഴി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ പാഴ്സൽ സർവീസ് പോലുള്ള കാര്യങ്ങൾ വഴി ഉണ്ടാക്കാം. അതുകൊണ്ട് വരുമാനം കൂടുതൽ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ KSRTC ബസ്സുകളിൽ ഓർഡിനറിയിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതുകൊണ്ട് സർക്കാർ കൊടുക്കേണ്ടി വരിക 90 മുതൽ 100 കോടി രൂപ വരെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പക്ഷെ അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഈ പറഞ്ഞത് VD സതീശൻ സർക്കാരല്ല, പിണറായി സർക്കാരാണ് ഇത് ചെയ്തതെങ്കിൽ പോലും ഞാൻ അതിനെ അഭിനന്ദിക്കുക തന്നെ ചെയ്യും. കാരണം ഇതൊരു സർവീസ് എന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. നമ്മൾ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് തമിഴ്നാട്ടിൽ പോയി ഞാൻ ആദ്യമായിട്ട് അവിടെ ഈ പറഞ്ഞ ഫ്രീ ബസ് യാത്ര ഉണ്ടെന്ന് അറിയാമെങ്കിൽ പോലും നേരിട്ട് മനസ്സിലാക്കുന്നത് ഒരു യാത്രയിലാണ്. ബസ്സിൽ കയറി ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കാൻ നേരത്ത് ടിക്കറ്റ് കയ്യിൽ തന്നിട്ട് എൻ്റെ പൈസ വാങ്ങിയില്ലേ എന്താ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അമ്മ ഇവിടെ ഫ്രീ ആണമ്മ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 50-60 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്യാനായിട്ടൊരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലോ മറ്റോ കയറിയപ്പോൾ 50 രൂപ എങ്ങാണ്ടാണ് എനിക്ക് ആ ടിക്കറ്റിനായിട്ടുള്ളത്. അപ്പോൾ അത്രയും ഡ്രാസ്റ്റിക് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകൾക്ക് ആ പൈസ കയ്യിൽ വെച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ നമുക്ക് എന്താ പറയാ, KSRTC ജീവനക്കാർക്ക് ഈ പറഞ്ഞ സൗജന്യ ബസ് യാത്ര ഇപ്പോൾ തന്നെയുണ്ട്. അത് സ്ത്രീകളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ സർക്കാർ ഇത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ കടബാധ്യത എത്രത്തോളം വരും, എത്ര പണം അധികം കണ്ടെത്തേണ്ടി വരും, ഇത് എത്രത്തോളം പോസിബിൾ ആണ്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മെയ് 2ാം വാരത്തിൽ തന്നെ എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള കണക്കുകൾ കൃത്യമായി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇതാണ് സർക്കാർ നേരത്തെ മുൻകൂട്ടി എടുത്ത മുൻകരുതലുകൾ. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സൗജന്യ യാത്ര എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതിപ്പോൾ അർഹതപ്പെട്ടവർക്കായിരിക്കുമ്പോഴാണല്ലോ കൂടുതൽ പ്രായോഗികമാകുന്നത്, അത് പ്രയോജനമാകുന്നപ്പോഴാണല്ലോ. സ്ത്രീകൾക്ക് അർഹതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ സമൂഹത്തിൽ അർഹതപ്പെട്ട എത്രയോ ആൾക്കാർ നിഷേധിക്കപ്പെടുന്നു. അതായത് ഒരു ജോലിയുള്ളൊരു സ്ത്രീ, അത്യാവശ്യം നല്ല വരുമാനം ഉള്ള ഒരു സ്ത്രീയും അത്ര വരുമാന ശേഷി ഇല്ലാത്തൊരാളും, അത് ഒരാൾ പുരുഷനായിക്കോട്ടെ, അപ്പൊ അർഹതപ്പെട്ട ശരിക്കും അവിടെ ആർക്കാണ്? ഇപ്പോ സ്ത്രീകൾക്ക് ഇപ്പൊ ഒരു മെയിൽ ഡോമിനൻസ് സൊസൈറ്റിയിൽ ഇരുന്ന് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതാണ് എന്റെ ടേക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഇപ്പൊ ഞാൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കൂടുതൽ അപലകളാക്കില്ലേ? ഒരിക്കലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഒരു ഡൗട്ട്. അതായത് ഇപ്പം അത്യാവശ്യം സ്ത്രീകൾ ഇപ്പം ജോലിക്കൊക്കെ പോകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ചിലവിനിപ്പോൾ ആ ബസ് കൂലി ഉണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത്. വിദ്യാർത്ഥികൾ പിന്നെ ഒരുപാട്, അതായത് പാർട്ട് ടൈം ജോബിനൊക്കെ പോയി പഠിക്കുന്ന ഒരുപാട് ആൺകുട്ടികളും ഉണ്ട്. അവർക്കും ഇത് ബാധകമാണോ? പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എസ് ടി ഉണ്ട്, ഐ മീൻ കൺസെഷൻ ഉണ്ട്. അല്ല, ഫ്രീ യാത്ര എന്ന് പറയുമ്പോൾ എസ് ടി എന്ന് പറയുമ്പോൾ ഒരു യാത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് ആ ടൈമിൽ മാത്രം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാം, കോളേജിൽ പോയിട്ട് തിരിച്ചു വരാം. ഞാൻ പറയാം, എനിക്ക് ഈ തിരുവനന്തപുരത്താണ്, എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിന്റെ റൂറൽ മേഖലകളിലുള്ള സ്ത്രീകൾ രാവിലെ 6 മണിക്കുള്ള ഫസ്റ്റ് ബസ്സിന് തിരുവനന്തപുരത്തിന്റെ തന്നെ അർബൻ മേഖലകളിൽ പോയി വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് മാസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 10,000 അല്ലെങ്കിൽ 15,000 ഇത്രയൊക്കെ ആയിരിക്കും. ഒരു വീട് കൊണ്ടുപോകുന്ന പുരുഷന്മാരില്ലേ, വീട്ടുജോലികൾ ചെയ്യുന്ന പുരുഷന്മാരില്ലേ? അങ്ങനെ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ലേ വേണ്ട ഒരു സമൂഹത്തില്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ജെൻഡർ ഇക്വാലിറ്റി നമ്മൾ ഈ പറയുന്ന വരുന്നൊരു സംഭവമല്ല. പക്ഷെ ഞാൻ പറയുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർഹതപ്പെട്ടവർക്ക് സൗജന്യ യാത്ര. ശരിക്കും രഞ്ജിത്ത് പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാം. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഫ്രീ യാത്ര കൊടുക്കുന്നു. അടുത്ത ഘട്ടത്തിൽ അത് വിദ്യാർത്ഥികളിലേക്കും, ഈ പറഞ്ഞ കൺസെഷൻ അല്ലാതെ ഫ്രീ യാത്ര വിദ്യാർത്ഥികളിലേക്കും, അതുപോലെ തന്നെ എല്ലാവരിലേക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാവർക്കും ഫ്രീ ആകുന്ന ഒരു കാലം ഉണ്ടാകണം. അത് ഘട്ടം ഘട്ടമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഉണ്ടാകണം. കാരണം ഇതൊരു പബ്ലിക് സർവീസ് അല്ലേ. നമ്മൾ ഈ പറയുന്ന പോലെ ആശുപത്രികളിൽ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഇതുണ്ടാവുക. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതാണ് പോസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് മുൻഗണന സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് പറയുന്ന ഒരു രീതിയോട് നമുക്ക് ഇതിനെ ഉപമിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിന് ശേഷം അടുത്ത ഘട്ടമായി ഇപ്പോൾ KSRTCക്ക് ഇപ്പോൾ 50 കോടി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് ഫ്രീ യാത്ര കൊടുക്കുകയാണെങ്കിൽ അത് 100 കോടി എക്സ്ട്രാ, അപ്പോൾ 150 കോടി സർക്കാർ വകയിരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സർക്കാർ ഈ പറഞ്ഞ ഒരു സാമ്പത്തിക സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫ്രീ യാത്ര എന്ന് പറയുന്നത്. അത് കൊടുക്കണം. ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിൽ പോലും, നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ പോലും പൊതുഗതാഗതം, ഇപ്പോൾ പണമുള്ളവനാണെങ്കിൽ സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ കാറിലോ ബൈക്കിലോ ഒക്കെ പോകാനുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. ഇപ്പോൾ പണമില്ലാത്ത അല്ലെങ്കിൽ ആ സാഹചര്യം ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ പൊതുഗതാഗത പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഈ പറഞ്ഞ ഫ്രീ യാത്ര കിട്ടുന്ന ഒരു സമയം എത്തട്ടെ. അതിനുള്ള സാമ്പത്തിക ഭദ്രത സർക്കാർ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്.